ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ? മഴയൊക്കെ ഉണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? ഉച്ചത്തെ ചോറിൻ്റെ കറിയൊക്കെ ആയോ? ഞാൻ ഇന്നൊരു മോര് കറി വെക്കുന്നത് എൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വരുമല്ലേ? എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? മഴയൊക്കെ ഉണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്ക് കറി വെക്കാൻ പോയാലോ? ഒരു മോര് കറി വെക്കാൻ പോയാലോ? വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒരു മോര് കറി ഉണ്ടാക്കാം നമുക്ക്. അപ്പം നമുക്ക് അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുക്കാം. അപ്പം എൻ്റെ കൂടെ വരണേ, നമുക്കിത് തീരുന്നോടെ വരെ കാണണം കേട്ടോ. അപ്പം നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്? കുറച്ച് തേങ്ങ എടുത്ത് നമുക്ക് ജാറിലേക്ക് ഇടാം. അരയ്ക്കാനുള്ളത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു മുറി തേങ്ങേൻ്റെ പകുതി കേട്ടോ, അത്ര മതി. കൊഴുപ്പുണ്ടാവും ഒത്തിരി. പിന്നെ 2-3 വെളുത്തുള്ളി, പച്ചമുളക് എരിവിനുള്ളത്, 2 വെല്ലുള്ളീൻ്റെ ഈ അരിഞ്ഞ് വെച്ചേക്കിട്ട് ഒരു കഷ്ണം, കുറച്ച് കരിവേപ്പില. ഇനി നമുക്ക് എൻ്റെ കൂട്ടുകാർക്ക് വെക്കാനൊക്കെ അറിയാം, എന്നാലും എനിക്ക് സന്തോഷമല്ല എൻ്റെ കൂട്ടുകാരെ എൻ്റെ കൂടെ കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കല്ലേ. കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് മഷി പോലെ അരച്ചിട്ട് വരാം. എന്നിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചോട്ടോ. ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിക്കാം. നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്ക വറുത്ത് വരാം. ചൂടായിക്കോട്ടെ. ചൂടായി, നമുക്ക് വെണ്ടയ്ക്ക ഇടാം. നന്നായിട്ടൊന്ന് വാടണം കേട്ടോ. വെണ്ടയ്ക്ക് ചെറുതായി ഒന്ന് ചൂടായി വന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. അതെന്ന് വെച്ചാൽ ഉപ്പ് ഇട്ടാലൊക്കെ ഇടിക്കുകയുള്ളൂ. ഇത് വെണ്ടയ്ക്കയിലൊക്കെ പിടിക്കണ്ട ഉപ്പ്. നമുക്ക് പിന്നെ ഇളക്കിപ്പിടിക്കാം. നന്നായിട്ട് വാടട്ടെ. ഇതെന്തിനാന്ന് വെച്ചാൽ വാട്ടുന്നതെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്കയിലൊരു വഴുവഴുപ്പില്ലേ, അപ്പോൾ ആ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് കേട്ടോ. വഴുവഴുപ്പുണ്ടെങ്കിലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ ഇതിൻ്റെ അകത്ത് ഗ്രീൻറ്റി വെച്ചില്ല. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വാടിയിട്ട് അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറി. ഇനി നമുക്കിത് കോരിയെടുക്കാം. തീ ഓഫാക്കാം. അതേ ചീഞ്ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക. തീ ഓണാക്കുക. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി, നമുക്ക് കടുകിടാം. ഉലുവയിടാം. കുറച്ച് മതി കേട്ടോ ഉലുവയൊക്കെ. ഇട്ടു. നമ്മൾ ജീരകം അതിൻ്റെ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് ജീരകവും കൂടി ഇടണം.
നമ്മുടെ അടുത്ത് പത്തലമുളകില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇനി ഉള്ളി ഇടാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ. നമ്മൾ അരച്ചതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് കരിവേപ്പില. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വാടട്ടെ. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി. ഇനി നമുക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച വെണ്ടയ്ക്ക ഇടാം. നന്നായിട്ട് ജോയിൻ്റ് ആക്കി വെച്ച് ഉള്ളി പച്ചമുളകും എല്ലാം വാടിയല്ലോ നന്നായിട്ട്. എല്ലാം വാടി. ഇനി നമ്മൾ അരച്ചു കൊണ്ട് വെച്ചേക്കുന്ന അരപ്പ് ചേർക്കാം. ലേശം ഒന്ന് കഴുകിയെടുക്കട്ടെ. നന്നായിട്ട് ഇളക്കുക. ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്രീൻ ടീ നോക്കട്ടെ. റെഡിയായി. ഇത് തിളച്ച് ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കുറുകി വരട്ടെ. അപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്തോട്ടോ, വെന്ത് കുറുകിയേ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ താരത്തിന് ഒഴിക്കാം. മോരൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അധികം കട്ട ഇതാവാൻ പാടില്ലല്ലോ, അധികം കൂടാനും പാടില്ല. മീഡിയം സൈസ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് നോക്കണം ഉപ്പുണ്ടോ എന്ന്. ഉപ്പില്ല, നമ്മൾ വെണ്ടയ്ക്കയ്ക്ക് മാത്രമല്ലേ ഇട്ടപ്പോൾ കുറച്ച് ഉപ്പിടാം. അധികം പുളി പാടില്ല കേട്ടോ മോരിന്. ഒന്ന് ചൂടാവാനേ പാടുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോവുക. ചൂടാവട്ടെ നന്നായിട്ട്. അപ്പം നമ്മുടെ മോര് നന്നായിട്ട് ചൂടായി. അപ്പോൾ അതിലേക്ക് വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് കായപ്പൊടി ഇടണേ. നമ്മുടെ സാമ്പാറിൻ്റെ കായ കേട്ടോ. ഇനി ഇത് നമുക്ക് വാങ്ങിയെടുക്കാം. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഭംഗിയില്ല. എന്ന് വെച്ചാൽ പത്തലമുളക് ഇല്ലാത്ത കാരണം ഒരു ഭംഗി കിട്ടുന്നില്ല. അപ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാക്കിയാലോ. അപ്പോൾ അപ്പോൾ നമുക്കൊരു ചെറിയ ചീനിക്ക് വെച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് മതി കേട്ടോ. തുള്ളി തീ കുറച്ച് വെക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് നമ്മുടെ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അങ്ങനെ നമ്മുടെ മോരിലേക്ക് ഒഴിക്കാം. ഇപ്പോഴാണ് അടിപൊളി മോരുകറിയായത്. അടിപൊളി മോരുകറിയായി അല്ലേ.
പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞത്, നല്ല പുളിയാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഇതാവും. പുളി കൂടുമ്പോൾ ഒരു അധികം ഇതല്ലേ. അപ്പോൾ അതിനൊരു മുളകുപൊടി കാണിച്ചു തരാം. ലേശം പഞ്ചസാര എടുക്കുക, ഇതിലേക്ക് ഇടുക. അപ്പം ആ എരിവും പുളിയും ഒക്കെ ലെവലിൽ നിന്നോളൂ കേട്ടോ. ഇപ്പോൾ പാകത്തിനായി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി മോരുകറി ഉണ്ടോ, നല്ല അടിപൊളി വെണ്ടയ്ക്ക മോരുകറി വെച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട്, എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റുകൾ പറയണം കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ, പെട്ടെന്ന് കഴിയും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കണേ. അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, ഉണ്ടാക്കി നോക്കിയിട്ട്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.